നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തിയിരുന്നു. ഈ എതിർപ്പുകളൊക്കെ അവഗണിച്ചാണ് അദ്ദേഹം എത്തിയത്. ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ എതിർപ്പുകൾ ശക്തമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് സംസാരിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം അയിത്തം കൽപ്പിക്കേണ്ടതില്ലെന്നും രാഹുലിനേക്കാൾ വലിയ ആരോപണങ്ങൾ നേരിടുന്ന MLA-മാർ ഇപ്പോഴും നിയമസഭയിൽ തുടരുന്നുണ്ടെന്നും രാജേന്ദ്രൻ പന്തളം ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഗർഭചിത്രം ഒരിക്കലും ഒരു നിയമപരമായി തെറ്റായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, പരസ്പര സമ്മതത്തോടെ ഇരുവരും ചെയ്ത കാര്യത്തിൽ രണ്ടു കൂട്ടരും തുല്യ ഉത്തരവാദികളാണ് എന്നതടക്കമുള്ള പ്രതികരണമാണ് രാജേന്ദ്രൻ പന്തളം നടത്തിയത്. അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇപ്രകാരം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. സാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആരോപണങ്ങളെല്ലാം അതിജീവിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തി. അപ്പൊ എന്താണ് സാറിന്റെ ഒരു പ്രതികരണം? ഇതിപ്പോ നമ്മളിപ്പോ ആ ജെൻസി എന്നുള്ള പ്രക്ഷോഭം ഇപ്പോ നേപ്പാളിൽ കണ്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ജനറേഷൻ നെക്സ്റ്റ്. അപ്പൊ ജനറേഷൻ നെക്സ്റ്റിന്റെ ഒരു പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഒരു നവപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. നവോത്ഥാനത്തിന്റെ മാത്രമല്ല, ഒരു നവപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. കാലം കടന്നു പോകുന്നതോടുകൂടി നമ്മുടെ ഈ സദാചാരമായ സങ്കല്പങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ന്യൂജൻ പൊളിറ്റിക്സിലും അതുണ്ട്, നമ്മുടെ വിദ്യാലയങ്ങളിലും അതുണ്ട്. പണ്ടത്തെ പോലെയാണോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും തമ്മിലുള്ള ബന്ധവും? ഇപ്പോൾ ഒരുമിച്ചിരിക്കാറില്ലായിരുന്നു. പ്രത്യേകം സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചിരുന്നു പരസ്പരം സംസാരിക്കാതെ. ഇപ്പൊ ഈ ആശയവിനിമയത്തിന് ലിംഗം ഒരു തടസ്സമല്ല എന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുന്നു. രാഷ്ട്രീയത്തിലും അത് ഏറെക്കുറെയൊക്കെ സൗഹൃദ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് എന്നുള്ള രൂപത്തിൽ വരുന്നു. നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് ഒക്കെ അതിന്റെ ആക്കവും അതിന്റെ ശക്തിയും ഒക്കെ വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ബന്ധങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലെ ഒരു ന്യൂജൻ പൊളിറ്റീഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിരിക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയിരിക്കുന്ന 3 MLA-മാരെങ്കിലും ഉണ്ട് നമ്മുടെ നിയമസഭയിൽ. അവരെല്ലാം ഒരു കുഴപ്പവുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ, ആരും തടസ്സപ്പെടുത്താതെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു മാന്യന്മാരായിട്ട് ഈ നിയമസഭയിൽ. അവരുടെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. ആ ഒരു നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഒരൊറ്റ പരാതി ആരും കൊടുത്തിട്ടില്ല. പോലീസ് അന്വേഷിച്ച് യന്ത്രാന്വേഷണം നടത്തി പരാതിക്ക് വേണ്ടി പരതുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമായിട്ട് ഈ ഐറ്റം കൽപ്പിക്കുന്നത് ഒരു തരത്തിലും ന്യായമല്ല എന്നുള്ളതാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ബന്ധപ്പെട്ട ആ ഒരു പെൺകുട്ടി പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു കൈ കൊണ്ട് മാത്രം അടിച്ചാൽ ശബ്ദം കേൾക്കുകയില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ബന്ധം ഉണ്ടായ ശേഷം വളരെ സൗഹൃദപരമായിട്ട് അവർ സംസാരിച്ച് ഇത് കുഞ്ഞിനെ ഇല്ലാതാക്കണം, ഗർഭചിത്രം ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗർഭചിത്രം എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യമല്ല ഇന്ത്യയില്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതറിയാതെയാണ് കുറെ ആൾക്കാർ വന്നിരുന്ന ഷണ്ഡന്മാര് വന്നിരുന്ന അന്തിച്ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിലക്കണം എന്ന് പറയുന്ന ഇത് പുരോഹിതന്മാരുടെ ഒരു സഭയല്ല, പുരോഹിതന്മാരുടെ രാഷ്ട്രീയ കാലവുമല്ല. അത് സദാചാരമൊക്കെ അവർ പറയട്ടെ. ഈ സദാചാരം എന്ന് പറയുന്നത് പരസ്പര സമ്മതം, പരസ്പര റിലേഷൻ. ഞാനതിനെ ന്യായീകരിക്കുന്ന ഒരാളല്ല, ഞാൻ പഴയ തലമുറയിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ആ ന്യൂജൻ പൊളിറ്റിക്സിനെ നമ്മൾ ഉൾക്കൊള്ളണം. അതിനെ എതിർത്തിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ രാഷ്ട്രീയം കൂടിയായിരിക്കും. ഒരു സംശയം വേണ്ട അതിന്. ഇതിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള പോക്സോ ബന്ധമല്ല, അവിഹിത ബന്ധമല്ല, രണ്ടുപേരും കൂടെ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള. ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാളുമല്ല. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. അവരുടെ പാർട്ടി, മറ്റൊരു രാഹുൽ ഉണ്ടല്ലോ, പാർട്ടിയെ നയിക്കുന്ന രാഹുൽ, ആ രാഹുൽ ഗാന്ധിക്ക് കൊണ്ട് ഇതുപോലത്തെ പല ബന്ധങ്ങളുണ്ട്. അദ്ദേഹം രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. എന്താ പാർലമെന്റിലേക്ക് അദ്ദേഹം വരുന്നു ആരും തടയാത്തത്? അതെന്താരും മനസ്സിലാക്കാത്തത്? എല്ലാരും കൂടി VD സതീശൻ പറയുന്നു ഇത് കൂടാമെന്ന്. ഇപ്പൊ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് ആർക്കറിയാം? ഇതൊരു ശബ്ദരേഖ പുറത്തു വന്നതുകൊണ്ട് മാത്രമല്ലേ അറിയാനിടയായത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ശബ്ദരേഖ പുറത്തു വരാത്ത എത്ര പേരുണ്ട്? എത്ര മാധ്യമ പ്രവർത്തകരുണ്ട് ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരുമായിട്ട്? ഈ മോഹം വന്നാൽ ഇന്ന് ഏതൊരാളും എന്ന് പറഞ്ഞ പോലെ പിന്നെ പാല് കുടിക്കും എന്ന് പറയുന്നത് പോലെ ഈ ആൺപെൺ ബന്ധങ്ങളിലെ കുറച്ചുകൂടെ സ്വതന്ത്രവും കുറച്ചുകൂടെ ലിബറലുമായിട്ട് മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പൊളിറ്റിക്സിലും അത് വരും. സന്യാസിമാരല്ല രാഷ്ട്രീയത്തിലുള്ളവരാരും, സന്യാസിമാരല്ല.
ചിലർ പിടിക്കപ്പെടുന്നു, ചിലർ പിടിക്കപ്പെടാതിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വാസ്തവം. ഞാൻ ഈ സദാചാരം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സ്നേഹം എന്ന് പറയുന്നത് മാംസം നിബദ്ധമായിരിക്കരുതെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്റെ അഭിപ്രായം ഞാൻ മറ്റുള്ളവരുടെ മേലെ അടിപ്പിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇപ്പൊ DYFIക്കാർ വന്ന അദ്ദേഹത്തിന്റെ വഴി തടയാൻ അവർക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? അവരുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളെങ്കിലും അതിനകത്തില്ലേ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടത്? അദ്ദേഹത്തിന്റെ ഭാര്യ അനുഭവിച്ച പീഡനത്തെക്കുറിച്ചുള്ള ശബ്ദരേഖ പബ്ലിക് ഡൊമൈനിലില്ലേ? പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടെന്നേ. അപ്പൊ പിന്നെ ഈ രാഹുൽ കൂട്ടത്തിൽ ചെയ്തത് തെറ്റുമെന്നേ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ വേണം കല്ലെറിയാൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അയാൾ പങ്കെടുക്കാനേ പാടില്ല. ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ആളാണ്. അദ്ദേഹത്തിന് നിയമപരമായിട്ട് പങ്കെടുക്കാം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ ഒന്നുകിൽ നിങ്ങൾ പുറത്താക്കുമ്പോൾ പൂർണ്ണമായിട്ട് MLA സ്ഥാനം കൂടെ പുറത്താക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുറത്താക്കാനേ പാടില്ല. നിങ്ങൾ ആദ്യം മുകേഷിനെ പുറത്താക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്താക്കാം എന്ന് പറയണമായിരുന്നു. ഈ കോൺഗ്രസ് ഈ സദാചാര പ്രക്രിയ കാണിക്കുമ്പോഴേ അവരുടെ 2 MLA പിന്നെയും ഉണ്ട്. വിൻസെന്റ് വെൽഡോസും നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്. മാന്യമ എന്നെ കണ്ടാൽ അറിയാമോ എണ്ണം കണ്ടതാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അപ്പോ ഈ രാഹുൽ വല്ലാതെ വേട്ടയാടപ്പെടുന്ന ഒരു വിശ്വാസമാണുള്ളത്. ആ പെൺകുട്ടികൾ എനിക്കറിയില്ല, ഇതിന്റെ സത്യരേഖകൾ വന്നിരിക്കുന്നു. അവർക്ക് പിന്നെ പരാതിയില്ല. പരാതി പെൺകുട്ടികൾക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ്? പോലീസിനാണോ പരാതി? ഈ പ്രതിപക്ഷത്തിനാണോ? അതപ്പോ ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ വല്ലാതെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഒറ്റപ്പെടുത്താൻ ശ്രമം നടത്തി. ഇദ്ദേഹം മാന്യമായിട്ട് ഇന്ന് വന്നിട്ടില്ല. കാരണം എന്താണ്? ഇദ്ദേഹത്തിനെ കരിവാക്കി ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ചർച്ചയിൽ കോൺഗ്രസിന് നഷ്ടമുണ്ടാകരുതെന്നുള്ള പാർട്ടി സ്നേഹം കൊണ്ടും കൂറുകൊണ്ടും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ് ഇദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. കേന്ദ്രത്തിലെ രാഷ്ട്രീയക്കാരൊന്നും ഒതുക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. തീരുമാനം എടുക്കേണ്ട എപ്പോഴും ഹൈക്കമാൻഡാണ്. അത് ഓർക്കണം. അപ്പൊ ഇവിടെ നടക്കുന്ന ഈ പാളയത്തിൽ പട ബാധിക്കുക അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 6 മാസം അകലെ നിൽക്കുന്ന അതിനെയാണ് ബാധിക്കുന്നത്. കോൺഗ്രസിന് തന്നെയാണ് നഷ്ടമുണ്ടാവുക. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസിന് ഇതിനകത്ത് ബുദ്ധിപരമായിട്ടൊരു തീരുമാനം പറ്റിയില്ല. പഠിക്കൽ കൊണ്ടിട്ട് അവർ കുടമുടിച്ചിരിക്കുക. ഒന്നുകിൽ ധീരമായൊരു തീരുമാനം, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കും, നിങ്ങളുടെ മുകേഷിനെ നിങ്ങൾ പുറത്താക്കൂ, അത് കഴിഞ്ഞാൽ ഞങ്ങളും പുറത്താക്കാം എന്നൊരു വാശിയോട് കൂടി അവർ നിൽക്കണമായിരുന്നു ഒന്നുകിൽ. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കിയ സ്ഥിതിക്ക് ഇതുപോലെ ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ഉണ്ടാകാതെ MLA സ്ഥാനത്ത് നിന്നുകൂടി മാറ്റണമായിരുന്നു. അതാണിപ്പോ കോൺഗ്രസിന് ഏറ്റവും ഇത്. ഒന്നുകിൽ നിങ്ങൾ സീറോ ടോളറൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ടോളറൻസ്, ഈ ഒരു നയത്തില് നിങ്ങൾ ഒരു വ്യതിയാനം വരുത്തി കഴിഞ്ഞതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ കോൺഗ്രസിന് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇത് ശക്തമായിട്ട് നേരിടാൻ, ശക്തമായിട്ടൊരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ ഉള്ള ഊക്ക് ഈ പ്രതിപക്ഷത്തിന് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദുരന്ത കാവ്യമായിട്ടിപ്പോ മാറിക്കൊണ്ടിരിക്കുന്നത്.